ഹായ് ഓൾ, വെൽക്കം ടു ഹെജൂബി. അപ്പോൾ മാർച്ച് 8 ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള കനകക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വരുന്ന സ്ത്രീജനങ്ങളോടും വനിതകളോടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ മാർച്ച് 8 പ്രത്യേകത എന്താണ്, ഈ സമൂഹത്തോട് അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, നമ്മുടെ ചാനലിലൂടെ നമുക്കൊന്ന് കാണിക്കാം. ലക്ഷ്മി, ഇൻ്റർനാഷണൽ വുമൻസ് ഡേ എന്നാണെന്നറിയാം? മാർച്ച് 8 അറിയില്ലല്ലോ. മാർച്ച് 8 നാളെയാണ്. അതെ, മാർച്ച് 8. ഓക്കെ, അല്ല, മാർച്ച് 8 ആണല്ലോ. അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് ചോദ്യം ചോദിക്കട്ടെ. ഈ സിമ്പിൾ ചോദിക്കുക, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആയിരുന്നു? ഇന്ദിരാഗാന്ധി അല്ലേ? ഇന്ദിരാഗാന്ധി. ഉറപ്പാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാന്ന് പറയാം? പ്രസിഡന്റ് പ്രതിഭ പട്ടേൽ. അപ്പോൾ ഇനി ജനറലായിട്ട് കുറച്ച് ചോദ്യം ചോദിക്കാം. ഇപ്പോൾ നിങ്ങളൊരു വനിതയാണ്, അപ്പോൾ ഈ സമൂഹത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആസ് എ വുമൺ, ഇൻ്റർനാഷണൽ വുമൻസ് ഡേ എന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്താ പറയുക? അതനുഭവത്തിൽ നിന്ന് പറഞ്ഞല്ലേ. കണ്ണീര് തുടച്ചിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാം. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇവിടെ ലൈഫ് സെറ്റിൽ ആയിട്ട് ബാക്കി റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കാൻ നോക്കണം. ആഫ്റ്റർ നമ്മളൊരു സെറ്റിൽ ആയതിനു ശേഷം നിങ്ങൾ റിലേഷൻഷിപ്പ്, മാരേജ് ആണ് ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കും? എല്ലാം ഒരു സെറ്റിൽമെന്റിന് ശേഷം മതി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാലോ, ഇപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത് എന്നുള്ള. ശരിക്കും പ്രാക്ടിക്കലായിട്ടാ പറഞ്ഞു. ഇപ്പോഴും തിയറിയല്ലേ? അതായത് ഒരു ജോലി എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? ജോലി എംപ്ലോയ്മെന്റ് എന്നുള്ളതല്ലാതെ ബിസിനസ് ആണെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനാണെങ്കിലും സ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും സ്വന്തം ടാലൻറ്റുകൾ മറച്ചു വയ്ക്കരുത്. അതിനിപ്പോൾ ബിസിനസ് ആയാലും ആർട്ടായാലും ഏത് മേഖലയായാലും എപ്പോഴും അതിനെ പരിപോഷിപ്പിച്ച് ജീവിക്കാൻ നോക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി അതിനെ ഒരിക്കലും മൂടി വയ്ക്കാൻ ശ്രമിക്കരുത്. പേര്? സുഹാന എന്താ ചെയ്യുന്നത്? ഞാൻ PSC പഠിക്കുന്നു. ഓക്കെ, ഇപ്പോൾ PSC ഉദ്യോഗാർത്ഥിയാണ്. അപ്പോൾ എക്സാംസ് ഒക്കെ എഴുതാറുണ്ടോ നിരന്തരമായിട്ട്? അപ്പോൾ അവസാനം എഴുതിയ എക്സാംസ്? അവസാനം എഴുതിയത് പ്രിലിംസ്, 10th പ്രിലിംസ്. ഓക്കെ, അത്യാവശ്യം മാർക്കുണ്ടോ? കുഴപ്പമില്ല. എനിക്ക് 4th സ്റ്റേജ് കുറച്ച് പാടായിരുന്നു. ഇപ്പോൾ നമ്മൾ വുമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നത്. എന്നാണ് വുമൻസ് ഡേ എന്നറിയാം? വുമൻസ് ഡേ മാർച്ച് 8. എന്തിനാണ് ഈ മാർച്ച് 8 വുമൻസ് ഡേ ആചരിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വുമൻസുമായിട്ട് റിലേറ്റഡ് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മൗണ്ട് എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കിയ വനിത ആരാണ്? ഇന്ത്യൻ വനിത? ബജേന്ദ്രിപാൽ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഉദ്യോഗസ്ഥ ആരാണ്? വനിതാ IAS ഉദ്യോഗസ്ഥ ഒരു ക്ലൂ തരുമോ? ഒരു മൽഹോത്രയാണ്. അന്ന മൽഹോത്ര. ഓക്കെ, അടുത്ത ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ വുമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നമ്മളെ ഈ സമൂഹത്തോട് എന്തൊക്കെയാണ് നമുക്ക് പറയാം? എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, വുമൻസ് എപ്പോഴും, സ്ത്രീകളെന്ന് പറയുമ്പോൾ എപ്പോഴും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എപ്പോഴും നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത്. നമുക്കെപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ വീട്ടുകാർക്കും അതുപോലെ നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നിയാൽ, നമുക്ക് വേറൊരു സ്ത്രീയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നിയാൽ എപ്പോഴും നമ്മൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കണം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ജോലി വേണം എന്ന് ഇതാക്കുക. അപ്പം സ്ത്രീകളെപ്പോഴും സ്വയം പര്യാപ്തരായിരിക്കുക. ഇപ്പോൾ ഇപ്പം തിയറട്ടിക്കലി നമുക്കിതൊക്കെ പറയാം, പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി വരുമ്പോൾ ഇപ്പോൾ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം 2 വർഷം കഴിഞ്ഞു. 2 വർഷം. ഇപ്പം അതിൽ കൂടുതൽ വർഷങ്ങൾ ഇപ്പം ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവരെ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ജോലിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു മാരേജിന് പോവുകയാണ്. അപ്പോൾ നമുക്ക് ബന്ധുക്കൾ ചോദിക്കൊന്നും ആയില്ലേ,
ജോലിയൊന്നും ആയില്ലേ? ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് സ്ത്രീകളോടും ചോദിക്കാറുണ്ട്, ആണുങ്ങളിൽ ചോദിക്കാറുണ്ട്. പക്ഷേ അതിലുപരി ഏറ്റവും കൂടുതൽ ഹെർട്ടാവുന്നത് ചിലപ്പോൾ മേ ബി ഈ വനിതകളായിരിക്കും. പക്ഷേ നമുക്ക് അങ്ങനത്തെ ഉള്ള കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമ്മളിത് നിർത്തി പോകണോ? നിർത്തിയൊന്നും പോകണ്ട, അവരോട് എനിക്കൊന്നും പറയാനില്ല. ഇപ്പം എന്നോട് ചോദിക്കുന്നത്, ഞാനാണെങ്കിൽ ആദ്യത്തെ ഒക്കെ ഒരു സ്റ്റേജിലെന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ നാട് ഇവിടെ അല്ല, അപ്പോൾ നാട്ടിൽ പോകത്തേ ഇല്ല ആൾക്കാരുടെ ഈ ചോദ്യം പേടിച്ചിട്ട്. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു ലിസ്റ്റിൽ വന്ന് അപ്പോൾ അതുവരെ ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ വന്നപ്പോൾ എനിക്ക് ഉറപ്പായി എന്നെക്കൊണ്ട് പറ്റും. അപ്പോൾ ഞാൻ മുന്നോട്ട് പഠിച്ചാൽ എന്നെക്കൊണ്ട് പറ്റും. പിന്നെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നല്ലതാണെങ്കിലും ആൾക്കാർ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മോശമാണെങ്കിലും ആൾക്കാർ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കമൻറ്റിന് നമ്മൾ ആ ഒരു ലാഘവത്തോടെ ഞാൻ ഇതിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, അത്രേ ഉള്ളൂ. നമുക്കൊരു വിക്ടറി വരുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ നമ്മളെ വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യും. അതൊക്കെ എനിക്ക് അനുഭവമാണ്. അവസാനം അവർ തന്നെ പറയും ഞാൻ അന്ന് എൻ്റെ മോളായിരുന്നു എന്നുള്ള രീതിയിൽ അവർ പിന്നെ സംസാരിക്കും. ഇപ്പോൾ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥൻ കിട്ടുകയാണെന്ന് വയ്ക്കുക, ഫസ്റ്റ് സാലറി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് സാലറി, ഞാൻ ആദ്യത്തെ സാലറി എൻ്റെ അമ്മയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അപ്പം എനിക്ക് ആ അമ്മയ്ക്ക് കൊടുക്കും. എന്നിട്ട് പുള്ളിക്കാരി എന്തായാലും എടുക്കൂല, എന്ത് ചെയ്യണമെന്ന് പുള്ളിക്കാരി പറയും. അപ്പോൾ പുള്ളിക്കാരി പറയും ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാനേ പറയുള്ളൂ. വുമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം ചോദിക്കാം. പേഴ്സണല, അമ്മ അല്ലാതെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ള വനിത ആരാണ്? സ്ത്രീ ആരാണ്? സ്ത്രീ ഇൻസ്പയർ ആയിട്ടുള്ള വനിത എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയാണ് എപ്പോഴും റോൾ മോഡലാക്കി വെക്കുന്നത്. അല്ലാതെ എനിക്ക് അങ്ങനെ ഇൻസ്പയറിങ് മൊമെൻറ്റ്സ്, എനിക്ക് നമ്മൾ മലയാളം പഠിപ്പിക്കുന്ന ഒരു മിസ്സുണ്ട്, നിമ്മി മിസ്, മലയാളം ഫസ്റ്റ് ബെല്ലിൻ്റെ. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. നിമ്മി മിസ് ടെലിഗ്രാം ചാനലാണ്. ടെലിഗ്രാം ചാനലിൽ എല്ലാവരും ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും പെയ്ഡാക്കി. ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും പെയ്ഡാണ്. പക്ഷേ മിസ് ഇപ്പോഴും ജോലിയുണ്ട്, പുള്ളിക്കാരി എഞ്ചിനീയറായിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്യുക. പക്ഷെ ഇപ്പോഴും എല്ലാവർക്കും ഫ്രീ ക്ലാസ്. അവർ ആ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കും, കഴിക്കുന്ന ആ ഒരു ടൈമിലാണ് നമുക്ക് 1 മണിക്കൂർ ക്ലാസ് എടുക്കും. അത്രയും ഫ്രീ ക്ലാസ് ഇപ്പോഴും 3 വർഷമായിട്ടുണ്ട്. അത്രയും ബെസ്റ്റായിട്ട് മലയാളം പഠിപ്പിക്കാൻ ആരെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും കോഡിട്ടും ഒക്കെ. അപ്പോൾ ഇപ്പോഴും അവർ ഫ്രീ ആയിട്ട്, അവർ പ്രീമിയം എടുത്ത്, ടെലിഗ്രാം പ്രീമിയം എടുത്ത് നമുക്ക് വേണ്ടി ചാർജ് ചെയ്ത് 80K ഉണ്ട് ഫോളോവേഴ്സ്. അപ്പോൾ ആ മിസ് കല്യാണം കഴിച്ചിട്ടില്ല. മിസ് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്, ഭയങ്കര എനിക്ക് ഇൻസ്പയറിംഗ് ആണ് അവർ. ഞാനിവിടെ PSC നോക്കണം, PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. PSC പഠിക്കുന്ന ആളാ, GK ഒക്കെ ഒരു അറിയായിരിക്കും. അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഓക്കെ, എന്നാണ് ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്നറിയാം? മാർച്ച് 8. എന്തുകൊണ്ടായി മാർച്ച് 8 വുമൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? അത് 1857 ന്യൂയോർക്കിൽ സ്ത്രീകൾ എന്തോ സംഘർഷം നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മാർച്ച് 8 ആഘോഷിക്കുന്നത്. ശരി, വുമൻസുമായിട്ട് ബന്ധപ്പെട്ട് 2 ചോദ്യം ചോദിച്ചോട്ടെ? അറിയാമെങ്കിൽ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ ആരെന്നറിയാം? IPS കിരൺ ബേദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസറാണ്? അന്ന മൽഹോത്ര. ഓക്കെ, ഞാൻ ഒറ്റ ചോദ്യം കൂടി ചോദിക്കാം. ഇപ്പോൾ വുമൻസ് ഡേ ആണ്. ആസ് എ വുമൺ നിങ്ങൾക്ക് ഈ സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? ഇക്വാളിറ്റി, എത്രയൊക്കെ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഇതുവരെ വരാത്തൊരു കാര്യമാണ് ഇക്വാളിറ്റി എന്ന് പറയുന്നൊരു കാര്യം. ഇപ്പം ഏത് ഫീൽഡിലാണെങ്കിൽ പോലും ഒരു പെൺകുട്ടി ഒന്ന് ലേറ്റായി വീട്ടിലെത്തുമ്പോൾ ഒക്കെ മറ്റൊരു കണ്ണിൽ കാണുന്ന ഒരുപാട് വീട്ടുകാരുണ്ടാവും. അയ്യോ അവൾ വേറെ എന്തോ ഇതിന് പോവുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട്, നമ്മുടെ പല വീട്ടിലും ഇതുണ്ട്. ഇതേ സ്ഥാനത്ത് ഒരു പയ്യൻ വരുമ്പോഴത്തേക്ക് അതിനെ കൂളായിട്ട് കാണുന്നുണ്ട്. മാനവീയം രീതിയിൽ ഒരു പയ്യൻ ഇരിക്കുമ്പോൾ അതിനെ നാച്ചുറായിട്ട് കാണുന്ന ഒരു സമൂഹം ഇന്ന് ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ അയ്യോ അവളെ സ്വഭാവം ശരിയല്ല എന്ന് കാണുന്ന ഒരു സമൂഹമാണ്. ആ ഒരു ചിന്താഗതി മാറ്റണം എന്നാണ് എൻ്റെ. ഇപ്പോൾ നിങ്ങൾ PSC പഠിക്കുന്ന ആളാണ്. ഇപ്പോൾ നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് SSC, ബാങ്ക്, റെയിൽവേയുടെ ഒക്കെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, HUB എന്നാ പേര്. ശരി, നിങ്ങൾക്കിപ്പോൾ ഒരു സർക്കാർ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആ സർക്കാർ ജോലിക്ക് നിങ്ങൾക്കൊരു ഫസ്റ്റ് മന്ത് സാലറി കിട്ടുക, നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഫസ്റ്റ് മന്ത് സാലറി കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും എൻ്റെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. കാരണം ഈ ലോകത്ത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. ലോകത്തുള്ള എല്ലാ മനുഷ്യരും സെൽഫിഷായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ്. സോ എനിക്കൊരു മോളുണ്ട്, മോൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സ്ത്രീ ആരാണ്?
സ്വാഭാവികമായിട്ടും എൻ്റെ അമ്മ എനിക്കൊരു പെൺകുഞ്ഞാണ്. രണ്ടുപേരും എനിക്ക് മറക്കാനാകാത്ത രണ്ട് സ്ത്രീകളാണ്. ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഇനി വുമൻസിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ചൊരു പറയേണ്ട കാര്യമില്ല. വുമൻസിൽ എല്ലായിടത്തും മുൻഗണനയിലും മുൻപന്തിയിലും നിൽക്കുന്നത് വുമൻസാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വുമൻസിന് വേണ്ടിയിട്ട് ഒരു കുറവും ഇപ്പോൾ ഇല്ലല്ലോ. ഒരു കുറവില്ല, എൻ്റെ അഭിപ്രായം കുറവൊന്നും ഇല്ല എന്ന് തന്നെ. അത് ഇവിടെ നടന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ അവർക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത്. സാറിന് സ്ത്രീ ശാക്തീകരണമാണല്ലോ ഇപ്പോഴത്തെ നമ്മളൊരു ട്രെൻഡ്, ഈ കാലഘട്ടത്തിലൊരു ട്രെൻഡ്. അവർ ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ സാറിന് തോന്നുന്നു? എനിക്ക് സ്വതന്ത്രമായി ചിന്തിച്ചാൽ ഇല്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്. എന്തുകൊണ്ട്? ഒരു കുട്ടിയെ വളർത്തുന്നത് ഒരു അമ്മയാണ്. അമ്മയായിരിക്കുമ്പോൾ ആ കുട്ടിയെ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് ആ കുട്ടി വളർന്നു വരുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ കയറി കൂട്ടക്കൊല നടത്താതിരിക്കുന്നതും ഇപ്പോഴത്തെ എല്ലാ ട്രെൻഡുകളും ഉണ്ടാവുന്നത്. അതൊരു അമ്മയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ സ്ത്രീ ദൈവം എന്നുള്ള ആ സങ്കല്പത്തിൽ നിന്ന് അമ്മ ദൈവം എന്നുള്ള സങ്കല്പം മാറി അമ്മ വെറും ഒരു സ്ത്രീയായി മാറിയപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായി തുടങ്ങിയത്. ഞങ്ങളൊക്കെ ഇപ്പോൾ 60 മുകളിലുള്ളവരാണ്. ഈ ഞങ്ങളുടെയൊക്കെ കുട്ടിനാളിലെ കാലഘട്ടത്തിൽ അമ്മയാണ് നമ്മളെ മോൾഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ആരാണ് മോൾഡ് ചെയ്യണത്? ഇപ്പോൾ LKG UKG കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പാണ് ഒരു കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഇവിടെ ഉണ്ടായ അപജയത്തിന് കാരണം. ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ദിവസം അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ അതിന് തുല്യമായൊരു പുരുഷ ദിനം കൂടെ വേണം, അന്താരാഷ്ട്ര പുരുഷ ദിനം. ഇപ്പം നമ്മൾ ഈ സ്ത്രീ പീഡനം എന്ന് മാത്രം പറയുന്നതിന് പകരം ഇതിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് വിശകലനം ചെയ്യുക. നമ്മളെ നാട്ടിലെ വിഷയം എന്ന് പറയുന്നത് ഒരു കാലത്തും പരിഹരിക്കപ്പെടുന്നതല്ല. അത് ഇന്ന് നിലവിലുള്ള വിഷയങ്ങൾ പരിഹരിച്ചാലും നാളെ നമുക്ക് പുതിയ വിഷയങ്ങളുണ്ടാകും. സാർ, ചോദ്യം ഇത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്ന് തന്നെ നമ്മളെ കാലത്തെ സ്ത്രീകളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ സ്ത്രീകൾ ഒരുപാട് ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ശാക്തീകരണമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയില്ല. കാരണം അവർക്ക് വേറെ പുതിയ ആവശ്യങ്ങളുണ്ട്. അതിന് നാളെ ഈ വിഷയം പരിഹരിച്ചാലും നാളെ വേറെ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. നമ്മൾ ഒരു കാലത്തും അതിന് സംതൃപ്തി എന്ന് പറയുന്ന സംഗതി ഉണ്ടാവാനേ പോണില്ല. ഇപ്പോൾ സാറിൻ്റെ ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ വുമൻസ് ഡേ March 8 ആചരിക്കുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ ഒരു മെൻസ് ഡേ വേണമെന്നുള്ളതാണ് സാറിൻ്റെ അഭിപ്രായം. സാർ അത് യോജിക്കുന്നു? അല്ല, അത് പിന്നെ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. ഇപ്പോൾ സ്ത്രീകൾക്കാണ് ശാക്തീകരണം വേണ്ടതെന്നാണ് നമ്മളിപ്പോൾ വാദിക്കുന്നത്. അപ്പോൾ പുരുഷനെ ആയിട്ടില്ല എങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പുരുഷനെ ശാക്തീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ സ്ത്രീകളുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ഇന്ത്യൻ നിയമം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയോ ഇന്ത്യൻ നിയമം എടുക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലം എന്നൊരു വാദം ഇപ്പം സമൂഹത്തിലുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി സാറിൻ്റെ കാഴ്ചപ്പെടുന്നത്? ഇല്ല, സ്ത്രീകളുടെ ഇതെന്ന് പറയുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് ഈ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് ദൈവങ്ങളാണ്. മതങ്ങളും ദൈവങ്ങളുമാണ് സ്ത്രീകൾക്ക് ഇത് വിധിച്ചു വച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിൽ നിന്ന് പിന്മാറാൻ കൂട്ടാക്കാത്തതും സ്ത്രീകളാണ്. ഈ എല്ലാ വിഷയത്തിനും കാരണക്കാരും അവർ തന്നെയാണ്. അപ്പോൾ ഈ ദൈവങ്ങൾ അമ്മയായിട്ട് കാണണമെന്നും മറ്റേതായിട്ട് കാണണമെന്നും ഒരു സ്ഥലത്ത് പറയും. പക്ഷേ അവർ വെറും വിളനിലങ്ങളാണെന്നാണ് കാഴ്ചപ്പാടും അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെന്ന് പറയുന്നത് അടിമകളാണെന്നും അവർ രണ്ടാം കിട പൗരരാണെന്നും അവർ പൊതുവേദിയിൽ വരേണ്ടവരല്ലെന്നും മതങ്ങൾ തന്നെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് മാറണമെന്നാണ് സാർ പറഞ്ഞത്. പിന്നെ സംശയം എന്താണ്? അത് മാറിയാലേ ഈ മാറ്റം വരുള്ളൂ. മതങ്ങളാണ് ഇതിന് കാരണം. മതങ്ങളും ദൈവങ്ങളുമാണ് ഈ വിഷയങ്ങൾക്കെല്ലാം കാരണം. അതിൽ എഴുതി വച്ചിരിക്കുന്ന മതതത്വ സംഹിതകളിലെല്ലാം സ്ത്രീകളെ രണ്ടാം കിടയായിട്ടും പുരുഷൻ്റെ അടിമയായിട്ടും ആണ് അതിൽ വിവക്ഷിച്ചിരിക്കുന്നത്. രഹ്ന ലക്ഷ്മി. ഓക്കെ, ഞാൻ ഒരു 2 GK ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണെങ്കിൽ ഉത്തരം പറയാം. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരെന്നറിയാം? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരെന്നറിയാം? സരോജിനി നായിഡു. പീലാണ് സാർ. പ്രതിഭ പാട്ടീൽ. ഓക്കെ, അപ്പം ഞാൻ വേറൊരു ചോദ്യം. ഇപ്പോൾ ജനറലായിട്ട് ചോദ്യം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ March 8 International വുമൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ആസ് എ വുമൺ നിങ്ങൾക്ക് ഈ സമൂഹത്തോട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? അതായത് ഇപ്പോൾ ഈ ചാനൽ കാണുന്ന നമ്മുടെ സ്ത്രീ ഓഡിയൻസ് ഉണ്ടാവും, വനിതാ കുട്ടികളുണ്ടാവും. ഇപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾക്ക് ആസ് എ ഗ്രോൺ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മുടെ സമൂഹം പോകുന്നത് വളരെ ബുദ്ധിമുട്ടിലൂടെ, മോശം ഇതായിട്ടും ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നമ്മുടെ മക്കളെങ്കിലും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. നമ്മുടെ മക്കളിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുക. വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വേറെന്തെങ്കിലും ആടിയാണ് നിങ്ങൾ പെട്ടെന്നൊന്ന് വെച്ചാൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കുക. നമ്മൾ സ്ത്രീകളാണെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുക, സ്ത്രീകളാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരു കൊടുക്കുക. അത് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ മാരേജ് എന്ന് അതിനെപ്പറ്റി ചിന്തിക്കാവൂ. അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ എത്തിയതിന് ശേഷം മാത്രമേ റിലേഷനിലേക്കൊക്കെ പോവുള്ളൂ. അതാണ് എപ്പോഴും നമുക്ക് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പെൺമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിർത്തി അതിന് ശേഷം മാത്രമേ നമ്മൾ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കൂ. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയൽ ഏജ് ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഒരു 25-26 ആയിട്ട് കല്യാണം കഴിയും. ഇപ്പോൾ 18 തൊട്ട് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് കല്യാണം കഴിയും പെൺകുട്ടികൾക്ക്. പക്ഷേ ഇപ്പോൾ ഒരു 25-26 വയസ്സൊക്കെ ആയിരിക്കും കല്യാണപ്രായം എന്ന് പറയുന്നത് ഒരു ആവറേജ് ശരാശരി കുടുംബത്തിൽ. ഇപ്പോൾ നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഏജ് അങ്ങ് പോവുക, മനസ്സിലായി? അപ്പോൾ നല്ലൊരു വരനെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഇവരുടെ ഏജ് പോകുന്നു എന്നുള്ളൊരു പരാതി നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വരണുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി എന്താണ് എനിക്ക് പറയാം? നേരത്തെ കല്യാണം കഴിപ്പിച്ച് ഡിവോഴ്സ് ആക്കുന്നതിലും ഭേദമാണല്ലോ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ട് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം മാരീഡ് ആവുന്ന. ഏജൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. കല്യാണത്തിന് അങ്ങനെ ഏജിൻ്റെ ഒരു കാര്യം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ കോൺസെപ്റ്റാണ്. അതൊന്നും. പേരെന്താ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എന്താ ചെയ്യുന്നത്? ഞാനിവിടെ UPSC പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റർനാഷണൽ വുമൻസ് ഡേ എന്നാണെന്ന് അറിയാം? മാർച്ച് 8-നാണോ? ഓക്കെ, ഈ March 8 എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആയത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പോട്ടെ. ഇപ്പോൾ ഇങ്ങനത്തെ ഡേയ്സിനൊക്കെ ഓരോ തീം ഉണ്ടാവും. ഇപ്പോൾ UPSC ആണെങ്കിലും SSC ആണെങ്കിലും ഈവൻ BSc ആണെങ്കിൽ പോലും തീംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഇപ്രാവശ്യത്തെ 2025 ഇൻ്റർനാഷണൽ വുമൻസ് ഡേയുടെ തീം അറിയാമോ? അതറിയില്ല. ഓക്കെ, ഞാൻ അപ്പോൾ ജനറലായിട്ട് കുറച്ച് ചോദ്യം ചോദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജായിരുന്നു അറിയാം? അറിയില്ല. ഫാത്തിമ ബീവി. കറക്റ്റാ? ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ ആയിരുന്നു? അത് മറ്റേ മുടിയൊക്കെ ബോബിത പുള്ളിക്കാരിയല്ലേ? ആ പുള്ളിക്കാരിയുടെ പേരെന്തായിരുന്നു? കിരൺ ബേദി. കിരൺ ബേദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഉദ്യോഗസ്ഥ ആയിരുന്നു? അതറിയില്ല. സ്റ്റാർട്ടിങ് അന്ന എന്നാണ്. അന്ന സ്റ്റാർട്ടിങ്. അന്ന മൽഹോത്ര. എന്താ ചെയ്യുന്നത്? ഞാൻ നേഴ്സാ. ഇവിടെ ഗോയിത്തിൽ പഠിക്കുന്ന ജർമ്മൻ. ഞാൻ നേഴ്സാ. ഓക്കെ, ഇൻ്റർനാഷണൽ വുമൻസ് ഡേ എന്നാണെന്ന് അറിയാം? മാർച്ച് 8. ഉറപ്പാണോ? എന്തിനാ ഈ March 8 വുമൻസ് ഡേ ആയിട്ട് ആചരിക്കണമെന്ന് അറിയാം? ഓക്കെ, ഇപ്പോൾ എല്ലാ ഇൻ്റർനാഷണൽ ഡേയ്സിനും നമുക്കൊരു തീമുണ്ട്. ഇതിപ്പോൾ ഇൻ്റർനാഷണൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള തീംസുകളുണ്ട്. അപ്പോൾ നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് SSC, ബാങ്ക്, റെയിൽവേയുടെ ഒക്കെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇതിനൊക്കെ നിരന്തരമായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഈ തീം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇപ്രാവശ്യത്തെ 2025 ഇൻ്റർനാഷണൽ വുമൻസ് ഡേയുടെ തീം അറിയാമോ? ഇല്ല. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരെന്ന് അറിയാം? ഇന്ദിരാഗാന്ധി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആസ് എ വുമൺ നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് കോച്ചിങ് എടുക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം, ഇൻഡിപെൻഡൻ്റ് ഇല്ല എന്നുള്ളതാണ്. അവരിപ്പോൾ കോച്ചിങ്ങിന് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ വരുമാനങ്ങളുണ്ടാവില്ല.
അപ്പോൾ ഇവർ ഒരു 2 വർഷം 3 വർഷം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത സമയത്തൊക്കെ ഇവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല. അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ലേ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ ചോദിക്കാറുണ്ട് ആൾക്കാർ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് നമുക്കുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾക്ക് എന്താണ് പറയുക? ഇപ്പോൾ ഇവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണമെന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എത്തിയതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി റിലേഷൻഷിപ്പും കാര്യങ്ങളും അങ്ങനെ പോകണമെന്നൊക്കെയാണോ? എന്താണ് നിങ്ങളുടെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലേ മെയിൻ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലോട്ട് പോവാം. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം ബാക്കിയുള്ളത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എപ്പോഴും ഒരു ഇതുപോലെ, അതായത് ഇപ്പോൾ ഫാമിലിയായി ആ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടി വരും. അതിൽ നല്ലത് നമുക്ക് നമ്മുടെ കാര്യം നോക്കാനുള്ള ഇതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. താങ്ക് യു. ഇൻ്റർനാഷണൽ വുമൻസ് ഡേ എന്നാണെന്ന് പറയും. നാളെ ഡേറ്റ് 8/3. എന്തുകൊണ്ടാണ് ഈ വുമൻസ് ഡേ മാർച്ച് 8 ആചരിക്കുന്നതെന്ന് അറിയാം? അറിയത്തില്ല. അപ്പോൾ ആക്ച്വലി നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, SSC, ബാങ്ക്, റെയിൽവേയുടെ ഒക്കെ ഒരു കോച്ചിങ് സെൻറ്റർ. അപ്പോൾ നമ്മുടെ ഈ എക്സാംസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ദിനങ്ങളുടെ ഇമ്പോർട്ടൻസിൻ്റെ കൂടെ തീംസ് ചോദിക്കാറുണ്ട്. ഓരോ വർഷം ഇന്ന തീമുണ്ടെന്ന് പറയും. ഇപ്പോൾ ഇൻ്റർനാഷണൽ വുമൻസ് ഡേ 2025 തീം എന്താണെന്ന് അറിയാം? ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നമ്മുടെ ഇൻ്റർനാഷണൽ വുമൻസ് ഡേക്ക് നമ്മുടെ ഓഡിയൻസിനടുത്ത് നിങ്ങൾക്ക് സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത്? ആസ് എ വുമൺ നിങ്ങൾക്ക് എന്താണ്? ബി സ്ട്രോങ്. ഡിപ്പെൻഡ് ആവാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ മാക്സിമം ശ്രമിക്കണം. ഇൻഡിപെൻഡൻറ്റ് ഉദ്ദേശിച്ച് എന്താ? ഫിനാൻഷ്യലി ആണോ? ഫിനാൻഷ്യലി. ഇപ്പോൾ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഉണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരുണ്ട്, മാരേജിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അവർ തന്നെ ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം നമുക്ക് റിലേഷനിലോട്ട് പോകുന്നതും അല്ലാതെ നമ്മൾ റിലേഷനിലേക്ക് പോകുന്ന തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണും? ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിലേഷൻ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഡിപ്പെൻഡ് അപ്പോൺ പാർട്ട്ണറിനനുസരിച്ചിരിക്കും. നല്ലൊരു പാർട്ട്ണറാണെങ്കിൽ നമുക്ക് സപ്പോർട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നതായിരിക്കും നല്ലത്.